ഹായ്, ഞാൻ മിന്നു. ഹീലിയസ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. നമ്മുടെ കുട്ടികളിൽ പലരും പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുമാണ്. പല പേരൻസിന്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ആണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് പഠിക്കുന്നില്ല, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എക്സാം വരുമ്പോൾ ഭയങ്കര പേടിയാണ് എന്നുള്ളതിനെ കുറെ കംപ്ലൈന്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത്തരത്തിൽ പഠന ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമുക്ക് പഠന വൈകല്യമുള്ളവരായി കണക്കാക്കാനായിട്ട് സാധിക്കില്ല. പഠന വൈകല്യവും പഠന ബുദ്ധിമുട്ടും രണ്ടും രണ്ട് തരമാണ്. എന്താണ് ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നും എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നും അതിന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽറ്റി എന്താണ് നമുക്ക് നോക്കാം. പല കാരണങ്ങൾ കൊണ്ടും ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരിക്കാം. ഫാമിലി ഇഷ്യൂസ്, സ്കൂളിലെ പ്രോബ്ലംസ്, കുട്ടികളുടെ ഇടയിൽ വരുന്ന എന്തെങ്കിലും മോശം അനുഭവങ്ങള്, ഹിയറിംഗ്, വിഷൻ എന്നിവയ്ക്കുള്ള പ്രോബ്ലംസ്, ടീച്ചേഴ്സ് ട്രെയിനിങ് കറക്റ്റ് അല്ലാണ്ട് വരിക, ബുദ്ധിപരമായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമുക്ക് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം തികച്ചു വ്യത്യസ്തമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ IQ എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ആയിരിക്കും. ആ കുട്ടിക്ക് പഠനത്തിൽ മാത്രമായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ബാക്കി എല്ലാ മേഖലകളിലും അവർ ആക്റ്റീവ് ആയിരിക്കും. അതായത് കളിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, മ്യൂസിക്, ഡാൻസ് തുടങ്ങിയ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അവർ നല്ല ആക്റ്റീവ് ആയിരിക്കും. ഇവർക്ക് പഠനത്തിൽ മാത്രമായിരിക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുക. അതായാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോളജിക്കൽ പ്രോസസ്സിംഗ് പ്രോബ്ലം ആണ്. പ്രധാനമായും ലേണിംഗ് ഡിസബിലിറ്റി 3 തരത്തിലാണ് ഉള്ളത്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, എഴുതുവാനുള്ള ബുദ്ധിമുട്ട്, കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഉൾപ്പെടുന്നത്. എല്ലാ കുട്ടികളിലും ഈ 3 കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. ചിലരിൽ 3 പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ലോ ആയിട്ട് വായിക്കാം, അവര് അക്ഷരങ്ങള് തപ്പിട്ടായിരിക്കും വായിക്കുന്നുണ്ടാവുക. പിന്നെ ഗസ് ചെയ്ത് വായിക്കും, ഇല്ലാത്ത വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുക, വായിക്കുമ്പോൾ ചിഹ്നങ്ങൾ തെറ്റി വായിക്കുക, ചിലപ്പോ വാക്കുകൾ വിട്ടുകളയും വായിക്കുമ്പോ. പിന്നെ അവർക്ക് എവിടെ നിർത്തണം എന്നറിയാതെ ഫുൾ സ്റ്റെപ്പ് ഒന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകുന്ന ചിലരുമുണ്ട്. എന്താണ് വായിച്ചതെന്ന് അവർക്ക് അറിയണ്ടാവില്ല. ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്താണ് വായിച്ചത്, അതിൽ എന്താണ് മനസ്സിലായതെന്നൊന്നും കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്നത്. നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അവരത് വായിക്കാൻ ശ്രമിക്കാതെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിന് ഒഴിഞ്ഞു പോകുന്നതും ഡിസ്ലെക്സിയയുടെ ഒരു ലക്ഷണമാണ്. അടുത്തതായിട്ട് ഡിസ്ഗ്രാഫിയ, അതായത് റൈറ്റിംഗ് ഡിസോർഡർ. ഇവർക്ക് കൂടുതലായിട്ടും എഴുതാനായിരിക്കും പ്രശ്നം ഉണ്ടായിരിക്കാം. ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായിരിക്കും, നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. വളരെ തിങ്ങി അല്ലെങ്കിൽ നന്നായി ഗ്യാപ്പ് ഇട്ട്, അക്ഷരങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇവർ എഴുതുക. ലൈൻ സ്പേസിന്റെ അണ്ടർസ്റ്റാൻഡിങ്സ് ഇവർക്ക് ഉണ്ടായിരിക്കില്ല. ഇവർ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മിക്സ് ചെയ്തിട്ട് എഴുതും. പിന്നെ ഇവരില് മിറർ റൈറ്റിംഗും കണ്ടുവരുന്നുണ്ട്. ഇവർ കുറെ സംസാരിക്കും, പക്ഷെ ഇവർ സംസാരിക്കുന്ന കാര്യം ഇവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതി പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഡിസ്ഗ്രാഫിയയിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തതായി ഡിസ്കാൽക്കുലിയ, അതായത് ഗണിതവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യങ്ങൾ. അക്കങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ട് ഉണ്ടാവുക, റിവേഴ്സിലായിട്ട് നമ്പർ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അവർക്ക് നമ്പർ കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാത്സിന്റെ കോൺസെപ്റ്റുകൾ തിരിച്ചറിയില്ല. പിന്നെയാണ് ബിഗ്, സ്മോൾ, ലെസ്, മോർ എന്നീ കോൺസെപ്റ്റുകളൊക്കെ അവർക്ക് തിരിച്ചറിയാനും പ്രയാസങ്ങൾ കാണും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഡിസ്കാൽക്കുലിയയിൽ ഉൾപ്പെടുന്നത്. ഇനി ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനുമാണ്. ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചിലവഴിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും ആദ്യമായി കുട്ടികളിലെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്താൻ സാധിക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾ നേരിടുന്നുണ്ടെങ്കിൽ ആദ്യമായി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. എന്നിട്ട് IQ ടെസ്റ്റ് ചെയ്യണം. IQ ടെസ്റ്റിൽ IQ ആവറേജ് ആണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ചെയ്യുക. അതായത് പഠിക്കുന്ന കുട്ടി 5ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ലെവലിലാണ് എഴുത്തും വായനയും ഉള്ളൂ എങ്കിൽ ആ കുട്ടിയെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഇനി ഇതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് നോക്കാം. ലേണിംഗ് ഡിസബിലിറ്റി പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ കറക്റ്റായി ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവസാനമായി രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളിൽ ഇത്തരത്തിൽ
എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റെമഡിയൽ ട്രെയിനിങ് നൽകേണ്ടതാണ്. കാരണം കുട്ടികൾക്ക് ഏജ് ആവുമ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. അവർക്ക് ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി പഠിക്കുമ്പോൾ വളരെ മോശമാണോ എന്നുള്ള തോന്നലുകൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് അതിനുള്ള ട്രെയിനിങ് നൽകുകയാണെങ്കിൽ അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ്ങും ഇംപ്രൂവ്മെന്റ്സ് നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഹീലിയേഴ്സുമായി സമീപിക്കാവുന്നതാണ്.